സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയ കാര്യം അതെപ്പോഴാ? 2017 അന്ന് പോറ്റി കള്ളനായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സോണിയാഗാന്ധിക്ക് ഗുരുതരമായിട്ടൊരു അസുഖം വന്നു. ഒരു വലിയ അസുഖം വന്നു. സോണിയാഗാന്ധി വലിയ അയ്യപ്പ ഭക്തയായിരുന്നു. പറയൂ ഷഫീർ, പറയൂ ഷഫീർ. അപ്പോ സ്വാഭാവികമല്ലേ, താൻ പാതി ദൈവം പാതി എന്ന് പറയപ്പെടുന്ന പോലെ മരുന്നുകളോടൊപ്പം ദൈവത്തെയും ആശ്രയിച്ചിട്ടുണ്ടാകും. ശബരിമല പോലെ വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടുന്ന ദൈവം, ഏതെങ്കിലും തരത്തിലൊരു കാര്യം ചിന്തിച്ചാൽ അത് പരിഹരിക്കപ്പെടുന്ന ദൈവം. ഷഫീർ പറയുന്നത് കേട്ടിട്ട് നമുക്ക് തന്നെ ആകെ ഒരു കോൾമയിൽ കൊള്ളുന്നു അല്ലേ? വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ദൈവമാണെന്ന് സോണിയാഗാന്ധിക്ക് തോന്നിയപ്പോ പറയൂ, ബാക്കി കൂടെ പറയൂ. ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന അയ്യപ്പന്റെ ദൂതനാണ് പോറ്റിയെന്നൊന്നും പറഞ്ഞേക്കരുത്. അങ്ങനെയുള്ള അയ്യപ്പന്റെ ശ്രീകോവിലിനകത്ത് അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. നിൽക്കുന്ന ഒരാൾ ഒരു പൂജിച്ച ചരട് കൊണ്ടുവന്ന് സനോജ് ഒരു 30 സെക്കൻഡും കൂടെ കൊടുക്കാനാ പറയുന്നത്. 30 മണിക്കൂർ കൊടുത്താലും ഷഫീർ അത് സമ്മതിച്ചിട്ടില്ല. എൻ്റെ സനോജെ, സോണിയാഗാന്ധിയെ ഈ പോറ്റി ചെന്ന് കണ്ടത് ശബരിമലയിലെ പ്രതിനിധിയായിട്ടാണ്, അവിടുത്തെ പൂജാരിയായിട്ടാണ്. സോണിയാഗാന്ധിക്ക് അറിയില്ലല്ലോ ഈ പോറ്റി എന്ന് പറയുന്നത് ശബരിമലയിലെ കള്ളനാണ്, അവിടുത്തെ സ്വർണം കാക്കാൻ കയറിയവനാണെന്ന്. പക്ഷേ ഈ കോൺഗ്രസ്സുകാരുടെ എം പിമാരുടെയൊക്കെ കൂടെ, അവിടുത്തെ പരികർമ്മികളുടെ കൂടെ ഈ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അന്നത്തെ പ്രസിഡന്റും ബോർഡ് പ്രസിഡന്റും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഷഫീർ അങ്ങ് മറന്നു പോവുകയാണ്. അപ്പോൾ അന്നേ പരിചയക്കാരനാണ് ഈ കോൺഗ്രസ് നേതാക്കൾ. അപ്പോൾ ഈ പോറ്റി ചെന്ന് പറ്റാത്ത ഇടമില്ല. അത് കോൺഗ്രസിൻ്റെ നേതാക്കളായിട്ടുണ്ട്, CPM നേതാക്കളായിട്ടുണ്ട്, ഇനി BJP നേതാക്കളായിട്ടുള്ള ചിത്രങ്ങൾ എന്നാണ് പുറത്തു വരിക എന്നുള്ളതാണ് മലയാളികൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പോറ്റിയുടെ ഒരു കർമ്മമണ്ഡലം കർണാടകയിലെ ബാംഗ്ലൂരാണെന്നുള്ള കാര്യം മറക്കണ്ട. അത് വരില്ലേ നമുക്കറിയില്ല, നമ്മൾ ആക്ഷേപം ഉന്നയിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ലല്ലോ. എന്തായാലും പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നുള്ളതൊക്കെ സത്യം തന്നെ. പക്ഷെ ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകർ ഓർക്കണം. നമ്മുടെ പ്രേക്ഷകർ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതികളിലേക്ക് അത് എത്തിച്ചേരുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിലെ അവിടുത്തെ തൊണ്ടി മുതലൊക്കെ കണ്ടു കിട്ടാനുള്ള സാധ്യത വല്ലതുമുണ്ടോ? കാരണം ഇത് ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി യഥാർത്ഥത്തിൽ ഈ തൊണ്ടി മുതൽ എവിടെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിനകം അവർ മാറ്റിക്കാണും, നശിപ്പിച്ചു കാണും. ഒരു സാധ്യതയുമില്ല. യഥാർത്ഥ റൂട്ടിലാണ് ഈ അന്വേഷണം പോകണോ അല്ലയോ എന്നൊക്കെ നമുക്കറിയില്ല. കോടതിയുടെയൊക്കെ മേൽനോട്ടത്തിലാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറേ ആൾക്കാരെയൊക്കെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ അവിടെ കുറേ തിരുത്തി വരച്ചു കൊണ്ടുപോകാൻ കൊടുത്തു, അവിടെ പോയി ഊറ്റി ചെമ്പാക്കി സ്വർണ്ണാക്കി എന്നൊക്കെ പറയുന്നു. അവിടെ നിന്ന് കുറച്ച് സ്വർണം പിടിച്ചു എന്ന് പറയുന്നു. ആ സ്വർണം അതാണോ ഇതാണോ ഒന്നും അറിയില്ല. പാവം കുറേ പേരിപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ്. ഈ കള്ളൻ പോറ്റിയാണെന്നുള്ള കാര്യവും ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. പക്ഷെ ബാക്കി ഇത് കൊണ്ടുപോയതിന് തൊണ്ടി മുതലൊന്നുമില്ലെങ്കിൽ ഈ കേസ് നിലനിൽക്കില്ല എന്നാണ് നിയമവൃത്തങ്ങളിൽ പറയണത്. അപ്പോൾ ഈ യഥാർത്ഥ കള്ളനിലെത്തിച്ചേരുമെന്ന് ഇതിൻ്റെ ഒരു പോക്ക് കണ്ടാൽ പൊതുജനത്തിനൊരു സംശയമുണ്ട്, ഭക്തജനങ്ങൾക്കൊരു സംശയമുണ്ട്. എന്തായാലും അവിടെ ഒരു ക്ലീനിങ് നടക്കും. ഇവിടുന്ന് അങ്ങോട്ട് ഇനി കക്കാതിരിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടവർ ചെയ്താൽ വലിയ കാര്യം. പോറ്റിമാർക്ക് അറിയാം എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ള വളരെ കൃത്യമായിട്ട് അറിയാം. പലരും പറയുന്നുണ്ട് അവിടെ ഏതോ ഒരു ദൈവതുല്യൻ അറിയാതെ അവിടെ ഒരു ഇല അനങ്ങില്ല എന്ന്. ആ ദൈവതുല്യനിലേക്കൊന്നും അന്വേഷണം പോകുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. കാരണം എല്ലാം വിശ്വാസമാണ്. കാരണം ദൈവതുല്യരെ തൊട്ടാൽ ദൈവം കോപിച്ചാലോ എന്ന് ഭയക്കുന്ന അധികാരി വർഗമുള്ള നാടാണ്. അവരുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്ന വർഗമാണ്. അവരുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്ന വർഗമാണ് ഈ അധികാരികളും എന്നുള്ള കാര്യം മറക്കണ്ട. എല്ലാ അധികാരവർഗവും ഇത്തരം ആൾക്കാരുടെ മുന്നിൽ എന്ന് കുനിഞ്ഞു തുടങ്ങിയോ അന്ന് നമ്മുടെ നാട്ടിൽ ഈ അനീതിയും അധർമ്മങ്ങളും അല്ലെങ്കിൽ കൊടുകുത്തി വാഴാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. ഈ വിഷയത്തിൽ നമ്മുടെ പ്രേക്ഷകർക്കും അഭിപ്രായങ്ങളുണ്ടാവും. കോൺഗ്രസ്സുകാർ മാർക്സിസ്റ്റുകാരെ പറ്റി പാട്ട് പാടിയിട്ടുണ്ട്. ഇപ്പോൾ CPMകാർ തിരിച്ചു പാടാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, അവിടുത്തെ സ്വർണം കണ്ടു കിട്ടുക എന്നൊന്നുമല്ല അവരുടെ ആവശ്യം. അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കെങ്ങനെ അധികാരത്തിലെത്താം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്. അതിൽ ഈ എല്ലാ കൂട്ടരും ഒരുപോലെ പയറ്റുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസ്സുകാർ അടിച്ചുകൊണ്ട് പോയി ആ സുവർണാവസരം മുതലെടുത്തു എന്നുള്ളതാണ് പരമ പച്ചയായ യാഥാർത്ഥ്യം. ആരാണ് ഗേറ്റ് ചെയ്തേ പോറ്റിയെ എന്ന് ചോദിച്ചു.
അത് സഖാക്കളെയാണ് അയ്യപ്പ എന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ അത് വിശ്വസിച്ചു. പക്ഷെ സോണിയാഗാന്ധിയുടെ അടുത്ത് ഈ മാന്യനെ കൊണ്ടുപോയിട്ട് അന്ന് കട്ട് തുടങ്ങിയില്ലല്ലോ എന്നൊക്കെയാണ് ഷെരീഫ് പറയുന്നത്. അന്ന് അയാൾ കള്ളനായിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ ശബരിമലയ്ക്ക് കയറിയത് കക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. ശബരിമലയിലെ ഒരു തന്ത്രി പോയിട്ട് കീഴ്ശാന്തി പോലും ആകാത്ത ഈ മനുഷ്യനെ കൊണ്ടുപോയിട്ട് അവിടെ ശബരിമലയിലെ കൊണ്ടുപോയി ചരട് കെട്ടിക്കാൻ നിന്ന കോൺഗ്രസ് നേതാക്കൾ പൊട്ടന്മാരാണോ എന്ന് ഇവിടുത്തെ സാധാരണക്കാർ ചിന്തിച്ചാൽ അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. ഷഫീറെ എന്തായാലും ഷഫീറിനെ പോലൊരു നേതാവിന് അത് പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റൂ. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ തനി നിറം പുറത്തായാൽ അത് വലിയ അപകടം ചെയ്യും. അടുത്ത ഇലക്ഷനിൽ ഇതേപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലെ ജനങ്ങളെ പറ്റിച്ച പോലെ പറ്റിക്കാൻ പറ്റണമെന്നില്ലല്ലോ. എന്തായാലും ഷഫീറിന് ബാക്കി പറയാനാണെന്ന് കൂടെ പറഞ്ഞ് നമുക്കത് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു. അതിനങ്ങനെ കണ്ടാ മതി. മറിച്ച് അന്ന് പോറ്റിക്കെതിരായി കേസുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തർക്കമുണ്ടോ? അല്ല, അന്ന് പോറ്റിക്കെതിരെ കേസുണ്ടോ എന്നുള്ളത് ഫാക്ട് ആണ്, അതൊരു ചോദ്യമാണ്. പക്ഷെ ബാക്കിയൊക്കെ പറഞ്ഞതിനോടൊക്കെ എനിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അയ്യപ്പന്റെ ദൂഷണമായിട്ടാണോ പോറ്റി അവിടെ ഫോട്ടോ എടുക്കാൻ പോയത്? എനിക്ക് മനസ്സിലാകുന്നില്ല. പോറ്റി പൂജിച്ച് സന്നിധാനത്തിൽ കൊണ്ടുപോയ ചേട്ടനാണോ? ഇതൊക്കെ ഏൽപ്പിച്ചതാണോ? ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുക. ഷഫീറിന് എവിടുന്നായി വിവരം? ശ്രീ ഷഫീർ, ഒരു മിനിറ്റ് കേക്ക്. 2019 സോണിയാഗാന്ധിയെ കണ്ടു എന്ന് പറഞ്ഞ സമയത്ത് അടൂർ പ്രകാശിനോടും പോറ്റിയോട് പറഞ്ഞോ സ്വർണം കക്കാൻ, കറ്റ് വിൽക്കാൻ പറഞ്ഞോ? അതിപ്പോ പോലീസുകാർ ചോദിച്ച മണിമണി പോലെ പറയും എന്റെ ഷഫീറെ. അങ്ങനെ ഒരു ആരോപണം നിങ്ങൾക്കുണ്ടോ? സ്വർണം കട്ടതിൽ തീർച്ചയായും കളവ് കണ്ടുപിടിച്ച കാലഘട്ടം എന്ന് പറയുന്നത് 18-19 കാലഘട്ടമാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്വർണം അവിടുന്ന് നഷ്ടപ്പെട്ടത് ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുമ്പോഴാണ്. അത് ഇടതുപക്ഷ മന്ത്രി, ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോഴാണ്, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി ദേവസ്വം പ്രസിഡന്റ് ഇരിക്കുമ്പോഴാണെന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷെ ഇപ്പോൾ ഷഫീർ പറഞ്ഞ ഈ കാര്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതിനകത്ത് ക്ലാരിറ്റി വേണ്ടതുണ്ട്. ശബരിമല അയ്യപ്പന്റെ അവിടുന്ന് പൂജിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടുവന്ന സോണിയാഗാന്ധിക്ക് അസുഖം പറയാൻ കൊണ്ടുവന്ന ചരടാണ് എന്നുള്ളതൊക്കെ താങ്കൾ പറയുമ്പോൾ എനിക്ക് കൗതുകം തോന്നാണ് കേട്ടോ. കൗതുകം തോന്നാണ്. ഇത് എവിടുന്നാണ് ഈ വിവരം എന്നുള്ളത്? ഷഫീറെ, മനോരമയ്ക്ക് പോലും കൗതുകം തോന്നുന്നു, സംശയം തോന്നുന്നു. പറ്റുമെങ്കിൽ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഒരു വിധം ഒരു കണികയുടെ ഒരു ചെറിയ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഇവർ കൈവിടാറില്ല. ആ മനോരമ പോലും നിങ്ങളെ ഇവിടെ കൈവിട്ടുപോയി. ആ ചരട് കെട്ടിക്കൊടുത്തത് അവർക്ക് വിശ്വാസം വരുന്നില്ല. അത് വെറുതെ അങ്ങ് പോയി കെട്ടിക്കൊടുത്തതല്ല എന്ന് മനോരമ പോലും സംശയിക്കുമ്പോൾ അതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. അത്രയെങ്കിലും നമ്മുടെ SIT ഒരു ചെറിയ സംശയം പ്രകടിപ്പിച്ചിട്ട് ഇതിൻ്റെ പിന്നാലെ പോയാൽ ഒരു പക്ഷേ ഈ സാധനം എവിടെ എത്തിച്ചേരുമോ എന്തോ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങനെ വല്ല സംശയമുണ്ടോ? മനോരമ സംശയിക്കുന്ന പോലെയുള്ള വല്ല സംശയമൊന്നും ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് വല്ലതും തോന്നിയോ? എനിക്കൊരു സംശയം തോന്നിയിട്ടോ. വെറുതെ ഒരു പോറ്റി ഈ ഇത്രയും വലിയ സെക്യൂരിറ്റി ഫോഴ്സൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ചെന്ന് ഈ ചരട് കെട്ടിക്കൊടുക്കാനായിട്ട് സോണിയാഗാന്ധിയുടെ കയ്യിൽ ചെല്ലണമെങ്കിൽ അത് വെറുതെ എത്തിച്ചേരാൻ പറ്റില്ല. ഒരു റൂട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സമ്മാന പൊതി കൊടുക്കുന്ന മറ്റൊരു ചിത്രമുണ്ട്. അതിനെപ്പറ്റി നമ്മുടെ ഷഫീർ ഒന്നും പറയുന്നില്ല. പക്ഷെ ഷഫീറിന് ആ ചിത്രത്തെപ്പറ്റി അറിയില്ല എന്ന് നമുക്ക് വിചാരിക്കാം. അത് വേറൊരു ഘട്ടത്തിലാണ് കേട്ടോ. ഈ നമ്മുടെ ചരട് കിട്ടിയ ഘട്ടത്തിലല്ല അതുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ക്ലാരിറ്റി SIT വരുത്തി കഴിഞ്ഞാൽ സംഗതി ഒരു പക്ഷേ ഇത് നമ്മുടെ അതിർത്തി കടന്ന് ഇതെവിടേക്ക് പോയതാണെന്ന് ചിലപ്പോൾ കണ്ടെത്താൻ കഴിയും. അവിടെ ചെന്നാൽ ഈ സാധനം കണ്ടു കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്.